നമസ്കാരം. വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം പ്രധാന തലവാചകങ്ങൾ. നാളെ ജൂലൈ 30 മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഓർമ്മകളിൽ മലയോരവും. 2 വർഷം മുമ്പ് ദുരന്ത വ്യാപ്തിക്ക് സാക്ഷികളായത് ചാലിയാറിന്റെ തീരങ്ങളിലുള്ളവർ. SFI അഖിലേന്ത്യാ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം. വണ്ടൂരിലും പ്രതിഷേധം സംഘടിപ്പിച്ച സംഘടനകൾ. പ്രതിഷേധം നടത്തിയത് CPM, SFI, DYFI എന്നിവയുടെ നേതൃത്വത്തിൽ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ OP ടിക്കറ്റ് പരിഷ്കരണം തീരുമാനം പിൻവലിക്കണമെന്ന് DYFI. അധികൃതർക്ക് പരാതി കൈമാറി പ്രവർത്തകർ. പ്രകൃതി സംരക്ഷണ ദിനാചരണം. വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച വല്ലപ്പുഴ ബഡ്സ് സ്കൂൾ. പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജി ജോൺ. കർക്കടക മാസാചരണം. വണ്ടൂരിൽ കർക്കടക ഫെസ്റ്റിന് തുടക്കമായി. ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ. മേള നടക്കുന്നത് 3 ദിവസങ്ങളിലായി. വിശദമായ വാർത്തകളിലേക്ക്. ചാലിയാറിന്റെ കടവുകളിൽ മരണം വിതറി കടന്നുപോയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് നാളേക്ക് 2 വർഷമാവുകയാണ്. ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ മായാതെ മലയോര ജനത. ദുരന്തം നടന്നത് ചൂരൽമലയിലാണെങ്കിലും അതിന്റെ വ്യാപ്തിയുടെ നേർസാക്ഷികളാകേണ്ടി വന്നത് 30 കിലോമീറ്റർ അകലെ ചാലിയാറിന്റെ തീരങ്ങളിലുള്ളവരായിരുന്നു. കാണുന്ന വീടുകളിലൊക്കെ ആളുകൾ ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകാനൊരു നിവൃത്തിയില്ല. കുത്തി ഒളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളപ്പാച്ചിലാണ്. താഴെ NDRF ടീം ആളുകൾ താഴെ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ആ വീട്ടിൽ ആളുകളുണ്ട്. ആ വീട്ടിലേക്ക് ആണ് പോകുന്നത്. ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. വലിയ പൊട്ടാണ് പൊട്ടിയിട്ടുള്ളത്. ആ കാണുന്ന ഒരു വണ്ടിയാണ്. വലിയ അപകടകരമായ സിറ്റുവേഷൻ ആണ്. ഇത് ചൂരൽമല അങ്ങാടിയാണിത്. നോക്കണം നമുക്ക്. ചൂരൽമല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുത്താനുള്ള. ചൂരൽമല അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അസാമാന്യമാം ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകി വെള്ളം കലങ്ങിമറിഞ്ഞ് തീരങ്ങളിൽ ചേതനേറ്റ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വിതറി മൃതവാഹിനിയായി അന്ന് ചാലിയാർ മാറി. ജൂലൈ 30 പുലർച്ചെ 3 മണിയോടെ തീരങ്ങളിൽ മത്സ്യങ്ങൾ തിരിഞ്ഞുപോയ മുണ്ടേരി വാണിയമ്പുഴ നഗറിലെ ആദിവാസികളാണ് ആദ്യമായി മൃതദേഹങ്ങൾ കാണുന്നത്. തുടർന്ന് ചാലിയാറിന്റെ വിവിധ കടവുകളിലും തീരങ്ങളിലും തലയറ്റതും കൈകാലുകളറ്റതും ഉടലുകൾ വേർപെട്ടതും ആൺപെൺ തിരിച്ചറിയാൻ കഴിയാത്തതുമായ നിരവധി മൃതദേഹങ്ങൾ അടിഞ്ഞുകൊണ്ടേയിരുന്നു. വിവരമറിഞ്ഞതോടെ പോലീസും അഗ്നിരക്ഷാസേനയും വിവിധ വകുപ്പുകളും രക്ഷാപ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും മുണ്ടേരിയിലേക്ക് ഒഴുകിയെത്തി. വെള്ളം കുറഞ്ഞതോടെ ചാലിയാറിന്റെ തീരങ്ങളിൽ ചേതനേറ്റ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും ഛിന്നഭിന്നമായി കിടക്കുന്ന കാഴ്ച കരളലിയിപ്പിക്കുന്നതായിരുന്നു. ദുരന്തത്തിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിലെ കുരുന്നുകളുടെ ബാഗുകളും നനഞ്ഞുകുതിർന്ന പുസ്തകങ്ങളും കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും തീരങ്ങളിൽ ചിതറിക്കിടക്കുന്ന കാഴ്ചകൾ മലയോര ജനതയുടെ കരളലിയിപ്പിച്ചു. പിന്നീട് ചാലിയാറിന്റെ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ നിലമ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ നടന്ന തിരച്ചിലിൽ പൊന്തകളിലും മരങ്ങളിലും പാറക്കെട്ടുകളിലും ഉടക്കിക്കിടന്ന നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി. വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, മുണ്ടേരി, കമ്പിപ്പാലം, മുക്കം, അമ്പുട്ടാൻപൊട്ടി, കുനിപ്പാല, മച്ചിക്കൈ, ഭൂദാനം, വെള്ളിലമാട്, പനങ്കയം, ഉപ്പട ഗ്രാമം, പൂക്കോട്ടുമണ്ണ, ചുങ്കത്തറ, കൈപ്പിനി, നിലമ്പൂർ, ചാലിയാർമുക്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത്. കേന്ദ്രസേനയായ NDRF, കേരള പോലീസ്, അഗ്നിരക്ഷാസേന, വിവിധ റെസ്ക്യൂ സേനകൾ, സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ഉടുമുണ്ടഴിച്ച് മൃതദേഹങ്ങൾ പൊതിഞ്ഞ് തോളിലേറ്റി കിലോമീറ്ററുകൾ വനത്തിലൂടെ സഞ്ചരിച്ച് പുഴ മുറിച്ചു കടക്കാനായി ചെങ്ങാടം തുഴഞ്ഞുമാണ് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങൾ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. 1 മാസത്തിലേറെ ചാലിയാറിന്റെ തീരങ്ങളിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തവരെ നടത്തിയ തിരച്ചിലിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 80 മൃതദേഹങ്ങളും 176 ശരീരഭാഗങ്ങളും കണ്ടെത്താനായി. ഇതിൽ 41 പുരുഷന്മാരും 32 സ്ത്രീകളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. മണ്ണാഴങ്ങളിൽ പൊതിഞ്ഞ് ഇനിയും കണ്ടെത്താനാകാതെ നിരവധി മനുഷ്യജീവനുകൾ ചാലിയാറിന്റെ തീരങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ കാലവർഷം തിമിർക്കുമ്പോൾ നിലമ്പൂരിന്റെ മനസ്സാണ് ആശങ്കയിലാവുന്നത്. 2 വർഷത്തിനു ശേഷം
ഇരുട്ടുകുത്തിക്കടവിൽ ചാലിയാർ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മാണം പൂർത്തിയായതാണ് ഇപ്പോഴുള്ള ജനങ്ങളുടെ ഏക ആശ്വാസം. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ കനിപ്പന്തൽ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരിയും നിലമ്പൂർ കൃഷി ഓഫീസർ T വിശാഖയും ചേർന്ന് ഫലവൃക്ഷത്തായി നട്ട് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷരായ മുന്താസ് ബാബു, സ്മിത മോൾ, കൃഷി അസിസ്റ്റന്റ് K ഷബീർ അലി, ജയൻ ആന്റണി, സ്കൂൾ ഭാരവാഹികൾ, പ്രധാന അധ്യാപകൻ A സിദ്ദിഖ് ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരം നയിച്ച SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ വണ്ടൂരിൽ CPIM പ്രതിഷേധ പ്രകടനം നടത്തി. CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോരാളികളുടെ പോരാളി, പോരാളികളുടെ പോരാളി, SFIയുടെ പോരാളി, SFIയുടെ പോരാളി, SFIയുടെ പോരാളി, SFIയുടെ പോരാളി, ആയിഷ ഘോഷിയെ. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറി MT അഹമ്മദ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിന്റെ ശക്തി, ആ ഇടതുപക്ഷം നമുക്കറിയാം പാർലമെന്റിൽ ദുർബലമാണ് നമ്മുടെ എണ്ണമെങ്കിലും ഈ രാജ്യത്ത് ഇതുപോലെ വരുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകൾ ആ രാജ്യത്ത് വലിയ സ്വാധീനമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ തകർക്കാൻ, ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ തകർക്കാൻ വേണ്ടിയുള്ള ആ ശ്രമമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇതിനെ എന്ത് വില കൊടുത്തും നേരിടാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. തുടർന്നുള്ള പ്രതിഷേധ സമരങ്ങളിൽ മുഴുവൻ ആളുകളുടെയും സഹകരണവും പിന്തുണയും. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V അർജുൻ, PK മുബഷീർ, AP ഫിറോസ് ബാബു, വണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P അരുൺ കാപ്പിൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷിനെ AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഡൽഹി പോലീസിന്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വണ്ടൂരിൽ DYFI SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്രത്തിന്റെ മുക്കിന് താഴെ യുവജന വിദ്യാർത്ഥി പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നയിച്ചതിന് കേന്ദ്രത്തിന്റെ മുക്കിന് താഴെ യുവജന വിദ്യാർത്ഥി പോരാട്ടത്തിന് SFIയുടെ നേതാവിന്റെ ആയിഷ ഘോഷിയെ അറസ്റ്റ് ചെയ്യാൻ വന്നവരെ. കേന്ദ്ര സർക്കാരിന്റെയും ഡൽഹി പോലീസിന്റെയും പ്രതികാര നടപടിക്കെതിരെ കടുത്ത അമർഷമുയർത്തിയാണ് വണ്ടൂരിൽ DYFI SFI പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് P ഷൈജു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഈ സമരം അവസാനിപ്പിക്കുമ്പോൾ ഡിമാൻഡ് അംഗീകരിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു കേസെടുക്കില്ല എന്നുള്ളതാണ്, ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ കൃത്യമായിട്ടുള്ള ഈ ഉടമ്പടി പരസ്യമായി ലംഘിക്കുന്ന നിലയാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നടന്ന സമരങ്ങളിൽ പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ അറസ്റ്റ് ചെയ്യുന്ന, കേസെടുക്കുന്ന നയസമീപനമായിട്ടാണ് RSSനെ നിയന്ത്രിക്കുന്ന ഈ ഗവൺമെന്റ് പോകുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് DYFI ബ്ലോക്ക് സെക്രട്ടറി P ജുനൈദ്, ജോയിന്റ് സെക്രട്ടറി P രാജീവ്, V സുജീഷ്, M നിധിൻ ദാസ്, TP രഹനാസ്, K അജയ് എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ OP ടിക്കറ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധവുമായി DYFI. തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI RMOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ വീണ്ടും വരി നിൽക്കുന്ന രോഗികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. മറ്റൊരു വിഭാഗം വിദഗ്ധനെ കാണാൻ റഫർ ചെയ്യുമ്പോൾ വീണ്ടും ക്യൂ നിന്ന് പുതിയ OP ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരെ ജില്ലാ ആശുപത്രിയിൽ നിന്നും അകറ്റും. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. തീരുമാനം പിൻവലിക്കാത്ത പക്ഷം
തുടർ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും. ഈ ജില്ലാ ആശുപത്രിയെ തകർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ കുറേയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പുതിയൊരു പരിഷ്കരണം കൊണ്ടുവരികയാണ്. മണിക്കൂറോളം ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് വീണ്ടും ക്യൂ നിന്ന് ഡോക്ടറെ കാണുന്ന രോഗി, ആ രോഗിയെ ഡോക്ടർ മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ മണിക്കൂറോളം ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് വീണ്ടും ക്യൂ നിന്ന് ആ റെഫർ ചെയ്യുന്ന ഡോക്ടറെ കാണേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനപ്രകാരമുള്ളത്. ഇത് രോഗികളെ ഈ ആശുപത്രിയിൽ നിന്ന് അകറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ വരുന്ന പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനമാണ്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. നഗരസഭാ കൗൺസിലറും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ ഇ അരുൺദാസ്, കെ പ്രജിത്ത്, റിയാസ് കാവാട്, ലെനിൻ സുരാജ്, ജിനേഷ്, കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ വല്ലപ്പുഴ ബഡ്സ് സ്കൂളിൽ പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രകൃതി പഠനത്തിനും പ്രാധാന്യം നൽകുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക NC സുഹറ ബീവി അധ്യക്ഷത വഹിച്ചു. UPSRG കൺവീനർ ജസീന TK നേതൃത്വത്തിൽ സ്കൂളിലെ ഔഷധത്തോട്ടത്തിലെ വിവിധ സസ്യങ്ങൾക്ക് പേരും പ്രധാന ഉപയോഗങ്ങളും ഉൾപ്പെടുത്തിയ വിജ്ഞാന ലേബലുകൾ സ്ഥാപിച്ചു. ഔഷധ സസ്യങ്ങളെ നേരിൽ പരിചയപ്പെടാനും അവയുടെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുന്നതാണ് ഈ പഠന പ്രവർത്തനം. ഇംഗ്ലീഷ് ക്ലബ് കോർഡിനേറ്റർ KN നുസൈബയുടെ നേതൃത്വത്തിൽ UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്റർ നിർമ്മാണ മത്സരവും സംഘടിപ്പിച്ചു. LP പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിലൊരുക്കുന്ന ശലഭോദ്യാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. PTA പ്രസിഡന്റ് അനേഷ് വർഗീസ്, LPSRG കൺവീനർ നജുമാറ്റി എന്നിവർ സംസാരിച്ചു. അധ്യാപകരും PTA MT അംഗങ്ങളും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ സൗത്ത് യൂണിറ്റ് കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. KST ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം MK ദേവകി ഉദ്ഘാടനം ചെയ്തു. TM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. K ജനാർദ്ദനൻ, E ഗംഗാധരൻ, U കേശവൻ, വിജയൻ പുലിക്കോട്, N ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. TC വേലായുധൻ സ്വാഗതവും ഹരിദാസ് നന്ദിയും പറഞ്ഞു. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ കർക്കടക ഫെസ്റ്റിന് തുടക്കമായി. CDS ഓഫീസിൽ സംഘടിപ്പിച്ച ഇല വിഭവ മേള കുടുംബശ്രീ CDS ചെയർപേഴ്സൺ M അൻഷിത ഉദ്ഘാടനം ചെയ്തു. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിൽ ഇല വിഭവമേള, ആരോഗ്യ ക്യാമ്പ്, കുടുംബശ്രീ സംരംഭകരുടെ വിപണന മേള, ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കിയ 50ഓളം വൈവിധ്യമാർന്ന ഇല വിഭവങ്ങളാണ് മത്സരത്തിൽ അവതരിപ്പിച്ചത്. ഇന്നിവിടെ നടക്കുന്നത് നമ്മളെ ആരോഗ്യ കർക്കിടകമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മള് വണ്ടൂർ CDSന്റെ കീഴിൽ 3 ദിവസമാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണത്. ഇന്ന് ഇലഭക്ഷ്യമേളയാണ്. അപ്പോ അതിന്റെ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 50ലധികം ആളുകളാണ് നമുക്ക് ഇലവിഭവങ്ങളായിട്ട് വാർഡുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് നാളെ നമ്മള് ഒരു ഹെൽത്ത് ക്ലാസ് വെച്ചിട്ടുണ്ട്. ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ക്ലാസ് ആണ്. പിന്നെ കർക്കിടക കഞ്ഞി വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് 3ാമത്തെ ദിവസം നമ്മൾ നടത്തുന്നത് ആയുർവേദത്തിന്റെ ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ക്ലാസ് ആണ് 3ാമത്തെ ദിവസം നമ്മൾ നടത്തുന്നത്. പിന്നെ ഈ 3 ദിവസങ്ങളും നമ്മുടെ സംരംഭങ്ങളുടെ ചന്തകളും വിപണന മേളകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചടങ്ങിൽ CDS വൈസ് ചെയർപേഴ്സൺ KT ഷഹർ ബാനു അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ M ജസീർ, P വിനയ, വണ്ടൂർ ബ്ലോക്ക് CWF M ഷാലിമ, കൺവീനർമാരായ C നന്ദന, CH നൂർജഹാൻ, T ഹസീന, MEC ശ്വേത എന്നിവർ നേതൃത്വം നൽകി.
ഇടിവണ്ണ എസ്റ്റേറ്റ് GLP സ്കൂളിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ്മ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബാബു വർഗീസ് മുഖ്യാതിഥിയായി. C. അനീഷ് അധ്യക്ഷനായിരുന്നു. രശ്മി, കൃഷി ഓഫീസർ ഷബ്ന യാസിം, ശ്രീറാം, നിത്യ ജോസ്, സുധീന തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപികമാരായ രമ്യ, വിദ്യ, സിന്ധു തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന അധ്യാപകൻ VV മനോജ് സ്വാഗതവും ബിന്ദു നന്ദിയും പറഞ്ഞു. വാക്രൂം ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് VFPCK, ഡയറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്കൂളിൽ പോഷകത്തോട്ടം ആരംഭിച്ചത്. വനം വകുപ്പിലെ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വിജയാനന്ദ് IFS-നെ NGO അസോസിയേഷൻ മലപ്പുറം ജില്ലാ നേതൃത്വം നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി സന്ദർശിച്ചു. NGOA സംസ്ഥാന സെക്രട്ടറി C. വിഷ്ണുദാസ്, ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട്, ജില്ലാ സെക്രട്ടറി ഷബീർ അലി മുക്കട്ട, ബ്രാഞ്ച് പ്രസിഡന്റ് K. മിഥിലേഷ്, സെക്രട്ടറി PV ശിഹാബുദ്ദീൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MS ഷിബുകുമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹനീഫ, P. ബൈജു, VJ സിറിൽ, വിനോദ്, ലിജു, ജയലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി വകുപ്പും എടവണ്ണ ഓട്ടോ തൊഴിലാളികളും ഉദയ ക്ലബ്ബും മുണ്ടേങ്ങരയും സംയുക്തമായി സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യവുമായി എടവണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സ്വാഗത സംഘം ചെയർമാൻ PP അബൂബക്കർ മനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി കളത്തിങ്ങൽ, എടവണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ, ജില്ലാ സാമൂഹികനീതി വകുപ്പ് ഓഫീസർ മച്ചുങ്ങൽ ഷമീർ, ബ്ലോക്ക് മെമ്പർ ഹൈദർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ E. കരീം, ജനപ്രതിനിധികളായ ബുഷ്ര യൂനുസ്, ഹസീന പാറക്കാടൻ, I. ദിനേശൻ, അഷ്റഫ് തുവക്കാട്, KU ശ്രീനിവാസൻ, റംല സുബൈർ, BV ഉഷ നായർ, സുന്ദരി മാങ്കുന്നൻ, സാമൂഹികനീതി വകുപ്പ് കോർഡിനേറ്റർ PK അബൂബക്കർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ സാദിഖ്, പടിയൻ നാരായണൻ, TT കുഞ്ഞി മുഹമ്മദ്, ഉദയ ക്ലബ് സെക്രട്ടറി സക്കീർ മുണ്ടേങ്ങര, സ്വാഗത സംഘം കൺവീനർ M. യൂസഫ്, ആരിഫ് പൂവമണ്ണ, ഹർഷാദ് ഒതായി, അപ്പുക്കുട്ടൻ കുണ്ടുതോട്, ഹമീദ് ചൊളിപ്പാടം തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ലഹരി എന്ന വിപത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഫുട്ബോളുകളൊക്കെ ലഹരിയാക്കിക്കൊണ്ട്, അതുപോലെ എന്താണോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനമാണ് ലഹരി, അതുപോലെ ജോലിയാണെങ്കിൽ ജോലിയാണ് ലഹരി, ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങളാണ് നമ്മുടെ ലഹരിയായി മാറേണ്ടത്. അല്ലാതെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ പ്രയാസമുണ്ടാക്കിക്കൊണ്ട് ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ എല്ലാവരും ശപിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ ഒടുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന ലഹരിയല്ല നമ്മുടെ ലഹരിയായി മാറേണ്ടത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ഖാദി ഭവനിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ആഗസ്റ്റ് 25 വരെ തുടരുന്ന മേളയുടെ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് നിർവഹിച്ചു. പുതിയ കാലത്തേക്ക് അതിന് കൂടുതൽ പ്രചാരണം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പ്രചരണം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരമ്പരാഗതമായി അത് ഉപയോഗിച്ച് വരുന്നവരല്ലാതെ പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ കുറവായിട്ടും അവരുപയോഗിക്കുന്നത് കുറവായിട്ടുമാണ് കണ്ടുവരുന്നത് എന്നാണ് ദൗർഭാഗ്യപരമായ കാര്യം. ഇതിന് ബോധപൂർവമായ പ്രചരണം നമ്മൾ കൊടുത്തേ മതിയാവും. എന്തായാലും ഈ ഓണത്തോടനുബന്ധിച്ച് നിലമ്പൂർ നടക്കുന്ന ഈ ഖാദി വിപണന മേള വളരെ ഭംഗിയായി നടക്കട്ടെ എന്നും കൂടുതൽ ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാവട്ടെ എന്നും പ്രചോദനമാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യ വിൽപ്പന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്താസ് ബാബു ഷബീർ അലിക്ക് നൽകി നിർവഹിച്ചു. ഏത് കാലാവസ്ഥയ്ക്കും നമ്മുടെ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒക്കെ ഈ കതറിടുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും ഇട്ടാൽ കിട്ടില്ല. ഈ തലമുറയ്ക്ക്, പുതിയ തലമുറയ്ക്ക് അതൊക്കെ അറിയില്ല. ഇട്ട സുഖം പിടിച്ച ആൾക്കാർ ഇന്നോട്ട് മാറില്ല. പുതിയ തലമുറ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഉദ്ഘാടന ചടങ്ങിൽ MK ബാലകൃഷ്ണൻ, ചാലിൽ ഉണ്ണികൃഷ്ണൻ, ഷാനവാസ് പട്ടിക്കാടൻ, ഖാദി ഭവൻ മാനേജർ P. വിജിത എന്നിവർ പങ്കെടുത്തു. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഖാദി ഭവനിൽ ലഭ്യമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഓണം വരെ എല്ലാ അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണെന്നും പ്രത്യേകതയാണ്.
കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണും ലഭിക്കും. വിജയികളാകുന്നവർക്ക് ഒന്നാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനമായി സുസുക്കി ആക്സിസ്, മൂന്നാം സമ്മാനമായി 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സ്വന്തമാക്കാം. കൂടാതെ ജില്ലകളിൽ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ലഭിക്കുന്നു. മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ 25 നടക്കും. ഗുരുപൂർണിമാ ദിനത്തിൽ മൂത്തേടം പനമ്പറ്റ ശ്രീ ധർമ്മശാസ്ത ഭജനമഠം രക്ഷാധികാരി എം നാരായണൻ, കൈമഠത്തിൽ ശിവരാമൻ എന്നിവരെ BJPയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. BJP എടക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാൽ, T നാരായണൻ, PK വിജയകുമാർ, M സുരേഷ് കുമാർ, വെള്ളാരമുണ്ട, പുഷ്പരാജൻ, ശ്രീധരൻ, പ്രഫുല്ലനാഥൻ, ജനാർദ്ദനൻ, ചന്ദ്രൻ, കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മമ്പാട് കാരച്ചാൽ പുന്നക്കലട്ടി ശ്രീ ധർമ്മശാസ്ത ദേവീക്ഷേത്രത്തിൽ കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണ ചടങ്ങുകൾ തുടരുന്നു. ശ്യാമളചന്ദ്രൻ, പുഷ്പ രവീന്ദ്രൻ, അമ്മിണി ഏനായി, ഓമന തയ്യിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി രാജൻ ഏനായി, പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുതുക്കൂട്ടിൽ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്കും നേതൃത്വം നൽകിവരും. എരുമമുണ്ട നിർമ്മല ഹൈസ്കൂളിൽ ലിറ്റിൽ കൈറ്റ് പ്രിലിമിനറി ക്യാമ്പ് സംഘടിപ്പിച്ചു. 8ാം ക്ലാസ്സിലെ പുതിയ ബാച്ചിനുള്ള ക്യാമ്പിൽ കൈറ്റ് മാസ്റ്റർ G ഗോകുലൻ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായുള്ള ക്യാമ്പ് PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ബെന്നി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലിറ്റിൽ കൈറ്റ് കുട്ടികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു. തുടർന്ന് PTA ജനറൽ ബോഡി യോഗവും നടത്തി.